മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. ഇന്ന് ബിഗ് ബോസ് ഇവർക്ക് നൽകിയിരിക്കുന്ന മോർണിംഗ് ആക്ടിവിറ്റി വേറൊന്നുമല്ല. ഇവർക്ക് അടുത്ത തവണ ബിഗ് ബോസിൽ വരാൻ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ള സ്വഭാവത്തിൽ നിന്നും എന്തൊക്കെയായിരിക്കും മാറ്റാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ ആ സ്വഭാവങ്ങളായിരിക്കും മാറ്റാൻ ആഗ്രഹിക്കാത്തത്. ആദ്യം മോർണിംഗ് ടാസ്ക് ചെയ്യാനെത്തിയത് അനുമോളായിരുന്നു. എല്ലാവരും അനുമോളോട് മാറ്റണമെന്ന് പറഞ്ഞ ഒരു സ്വഭാവം തന്നെയാണ് അനുമോളും മാറ്റാൻ ആഗ്രഹിക്കുന്നത്. വേറൊന്നുമല്ല, ഈ കരച്ചിൽ നിർത്തും. അനുമോൾ ഒരു ഇമോഷണൽ പേഴ്സൺ ആണ്, എങ്കിലും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് അടുത്ത സീസണിൽ വരാൻ ശ്രമിക്കുമെന്നാണ് അനുമോൾ പറയുന്നത്. പിന്നെ അനുമോൾ മാറ്റാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവം, ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ അനുമോളുടെ മൂഡ് ശരിയല്ലെങ്കിൽ അനുമോൾ ആരോടും മിണ്ടാതെ ഒറ്റയ്ക്കിരിക്കും, ഒറ്റയ്ക്ക് നടക്കും. ആ ഒരു സ്വഭാവം പണ്ട് മുതലേ ഉള്ളതാണ്. അത് മാറ്റി എല്ലാവരോടും മിണ്ടാൻ ശ്രമിക്കുമെന്നാണ് അനുമോൾ പറയുന്നത്. രണ്ടാമത് വന്നത് ഷാനവാസാണ്. ഷാനവാസിന് മാറ്റണമെന്ന് തോന്നിയ ഒരു കാര്യം, സീക്രട്ട് ടാസ്കിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ബിഗ് ബോസ് ഗെയിം പോലും കാണാതെയാണ് ഷാനവാസ് വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് സീക്രട്ട് ടാസ്കിനെ കുറിച്ചൊക്കെ അറിയാം. അതുകൊണ്ട് ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ സീക്രട്ട് ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും, നല്ല ഗെയിമർ ആകുമെന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത്. അതുപോലെ തന്നെ ഷാനവാസ് പറയുന്നത്, ഷാനവാസിന് ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങളുണ്ടായിരുന്നു, പലരോടും മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്, എൻ്റെ വാക്കുകൾ ശരിയല്ലായിരുന്നു, അത് ഞാൻ ഇവിടെ വെച്ച് തന്നെ തിരുത്തിയിട്ടുണ്ട്, അതൊന്നും ഇനി ആവർത്തിക്കാനും ആഗ്രഹിക്കുന്നില്ല എന്ന് ഷാനവാസ് പറയുന്നു. പിന്നെ മാറ്റില്ല അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ടാത്ത ഷാനവാസിൻ്റെ കാര്യങ്ങൾ ജെനുവിനിറ്റിയും നിലപാടുകളുമാണ്. ഷാനവാസിൻ്റെ നിലപാടുകളിൽ ഷാനവാസ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, ബന്ധങ്ങളിലുള്ള ജെനുവിനിറ്റിയിലും ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഷാനവാസ് പറയുന്നത്. മൂന്നാമതായി വന്നത് നെവീനായിരുന്നു. നെവീന് മാറ്റണമെന്ന് തോന്നുന്ന സ്വഭാവം ഫിസിക്കൽ അഗ്രഷനാണ്. അത് മാറ്റും. ഇങ്ങനെ വെള്ളം ഒഴിക്കുക, പാലൊഴിക്കുക, അതൊക്കെ മോശമായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ആ ഒരു സ്വഭാവം മാറ്റുമെന്നാണ് നെവീൻ പറയുന്നത്. പിന്നെ മാറ്റില്ല എന്ന് തോന്നുന്ന കാര്യം സ്വഭാവം തന്നെയാണ്. ഇത്രയും ദിവസം മലയാളികൾ എന്നെ ഇവിടെ നിർത്തിയെങ്കിൽ എന്തിന് ഞാൻ സ്വഭാവം മാറ്റണമെന്നാണ് നെവീൻ ചോദിക്കുന്നത്. ഈ മോക്ഷണവും ഞാൻ മാറ്റില്ല എന്നാണ് നെവീൻ പറയുന്നത്. അടുത്തതായി വന്നത് അക്ബർ ആയിരുന്നു. അക്ബർ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം പഴയ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. അതായത് ഒരു ഹേറ്ററേറ്റ് ഉണ്ടെങ്കിൽ അത് ഇവിടെ സംസാരിക്കും, പിന്നെ അപ്പുറത്ത് പോയി സംസാരിക്കും, അങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഉള്ളിലുള്ള ദേഷ്യം പോകുന്നത് വരെ അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കും. ആ ഒരു സ്വഭാവം നിർത്തും. കാരണം അങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് എൻ്റെ എനർജി തന്നെയാണ് പോകുന്നതെന്നാണ് അക്ബർ പറയുന്നത്. കഴിയുന്നത് ഞാൻ ഇനി ഒഴിവാക്കി വിടും. അതായിരിക്കും അടുത്ത സീസണിൽ വന്നാൽ ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ സ്വഭാവം. അതുപോലെ തന്നെ മാറ്റരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സ്വഭാവം, പ്രൊവോക്കിംഗ് പാട്ടുകൾ വീണ്ടും പാടും. അത് എന്നെ ഇങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യുമ്പോഴായിരിക്കും ഞാൻ അങ്ങോട്ട് പാടുന്നത്, അത് ഞാൻ പാടും. അതുപോലെ തന്നെ ടാസ്കിൽ സംഭവിക്കുന്നത് ഞാൻ ഒരിക്കലും വീട്ടിലേക്ക് കൊണ്ടുപോകാറില്ല. ടാസ്കായിട്ട് തന്നെ കാണും. അതുപോലെ തന്നെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ ടാസ്കിലേക്കും എടുക്കാറില്ല. ആ ഒരു സ്വഭാവം ഞാൻ ഇനിയും മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ തെറ്റുപറ്റിയാൽ സോറി പറയാനും തെറ്റുപറ്റിയില്ലെങ്കിൽ സോറി പറയാതിരിക്കാനും അക്ബർ ശ്രമിക്കുമെന്നും അക്ബർ പറയുന്നു. അടുത്തതായി എത്തിയത് നൂറയാണ്. നൂറയ്ക്ക് മാറ്റണമെന്ന് തോന്നിയ കാര്യം സ്റ്റേജ് ഫിയർ ആണ്. എന്തെങ്കിലും മോർണിംഗ് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള എന്തെങ്കിലും കാര്യം വന്നാൽ നൂറയ്ക്ക് സംസാരിക്കാൻ പേടിയാണ്. പലപ്പോഴും എല്ലാവരും സംസാരിക്കട്ടെ, അവസാനം പോകാമെന്ന് പറഞ്ഞ് ഇരുന്നിട്ടുണ്ട്. അതൊക്കെ നൂറ മാറ്റുമെന്നാണ് നൂറ പറയുന്നത്. കൂടാതെ മാറ്റില്ല എന്ന് നൂറ ഉദ്ദേശിക്കുന്നത് നിലപാടും ജെനുവിനിറ്റിയുമാണ്. ഗെയിമിൽ ജെനുവിനായിട്ടാണ് നിൽക്കുന്നത്, ഫെയർ ആയിട്ടാണ് എല്ലാ ഗെയിമും കളിച്ചിരിക്കുന്നത്, അതൊരിക്കലും മാറ്റില്ല എന്ന് നൂറ പറയുന്നു. പിന്നീടെത്തിയത് അനീഷാണ്. അനീഷിന് മാറ്റണമെന്ന് തോന്നിയത് അടുത്ത സീസണിൽ വരുമ്പോൾ കുറച്ചും കൂടി ഫണ്ണായിട്ട് ചിരിക്കുന്ന ഒരാളായിട്ട് വരണമെന്നാണ് ആഗ്രഹം. ഇപ്പോഴാണ്, അതായത് ഈ അവസാന സമയമായപ്പോഴാണ് മനസ്സ് തുറന്നു ചിരിക്കാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ ഒട്ടും ചിരിക്കാത്തൊരു വ്യക്തിയായിരുന്നു. ആ ഒരു സ്വഭാവം മാറ്റണം. പിന്നെ മാറ്റരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം, പലരും ഗ്രൂപ്പ് തിരിഞ്ഞ് പരദൂഷണവും കുറ്റങ്ങളൊക്കെ പറയുന്ന സമയത്ത് അതിലൊന്നും പോയി പെടാത്തൊരു വ്യക്തിയാണ് ഞാൻ. അടുത്ത സീസണിൽ വന്നാലും ആ ഒരു സ്വഭാവം മാറ്റില്ല എന്നാണ് അനീഷ് പറയുന്നത്. ഏഴാമതായി വന്നത് ആദിലയാണ്. ആദില പറഞ്ഞത് ഇമോഷണൽസ് എനിക്ക് കൂടുതലാണ്, ആ ഒരു സ്വഭാവം എനിക്ക് മാറ്റണം. റിലേഷൻഷിപ്പ് ഞാൻ മനസ്സിലേക്ക് എടുക്കും, പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ അങ്ങനെ എടുക്കാൻ പാടില്ല. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അത് ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്താവണം. ഞാനൊരാളെ ഫ്രണ്ടായി കണ്ടാൽ പിന്നെ ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ വ്യക്തി ചെയ്യുന്ന കാര്യത്തിന് ഞാൻ എതിരായിരിക്കും, എങ്കിലും ഞാൻ ഒന്നും പറയില്ല.
ആ ഒരു സ്വഭാവം മാറ്റി ഫ്രണ്ടാണെങ്കിലും പാർട്ട്ണറാണെങ്കിലും മുഖത്ത് നോക്കി സംസാരിക്കാൻ പഠിക്കണം. കൂടാതെ അഗ്രഷനും കുറയ്ക്കണമെന്നാണ് ആദില പറയുന്നത്. പിന്നെ മാറ്റണ്ട എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഫോർഗീവ് ചെയ്യുന്ന ഒരാളാണ്. അതായത് ആരെങ്കിലും എന്ത് തെറ്റ് ചെയ്താലും ചിലപ്പോൾ കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും ഞാനത് മറന്നു കളയും. അതുപോലെ തന്നെ ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് എനിക്ക് തോന്നിയാൽ എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയെങ്കിലും ഞാൻ അവരോട് പോയി മാപ്പ് പറയാറുണ്ട്. ആരെയും ബോധിപ്പിക്കാനല്ല, പക്ഷേ ആ ഒരു സ്വഭാവവും എനിക്ക് മാറ്റണ്ട എന്ന് തോന്നിയിട്ടുണ്ട്. അവസാനം വന്നത് സാബുമാനായിരുന്നു. സാബുമാന് മാറ്റണമെന്ന് തോന്നിയ കാര്യങ്ങൾ കുക്കിംഗ് പഠിക്കണം, മേക്കപ്പ് ഇടാൻ പഠിക്കണം, ഇൻഡിവിജ്വൽ ആകണം, അതുപോലെ തന്നെ സ്റ്റേജ് ഫിയർ മാറ്റണം, പെർഫോമൻസ് ആങ്സൈറ്റി മാറ്റണം, വർക്ക്ഷോപ്പിനൊക്കെ പോയി കുറച്ചും കൂടി കോൺഫിഡൻസ് കൂട്ടണം, എന്നിട്ടേ അടുത്ത സീസണിൽ വരൂ എന്നാണ് സാബുമാൻ പറയുന്നത്. കൂടാതെ സാബുമാൻ മാറ്റണ്ട എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചിരിയും സാബുമാൻ്റെ പേഴ്സണാലിറ്റിയും തന്നെയാണ്. സാബുമാൻ പുറത്തെങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അകത്തും. ഇതാണ് എൻ്റെ പേഴ്സണാലിറ്റി, ഇങ്ങനെ തന്നെ നിൽക്കണമെന്നാണ് സാബുമാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ 8 പേരും അടുത്ത ബിഗ് ബോസ് സീസണിൽ വരികയാണെങ്കിൽ സ്വഭാവത്തിൽ എന്തൊക്കെ ചേഞ്ചുകൾ കൊണ്ടുവരും, എന്തൊക്കെ സ്വഭാവങ്ങളാണ് മാറ്റാൻ ആഗ്രഹിക്കാത്തത് എന്നാണ് മോർണിംഗ് ആക്ടിവിറ്റിയിലൂടെ പറഞ്ഞത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.